ഏതോ വഹാബി ചോട്ടിൽ എഴുതി കൊടുത്താൽ ഇവിടെ വരണ്ട്. ഇത് അതുകൊണ്ട് ഇത് ഇസ്തിഹാദ് ശിർക്കാണെന്ന് പറഞ്ഞാൽ ആ സംഭവം പത്തിൽവാദി കാണിച്ചു തരണം. ഇവിടെ തീരുമാനമാക്കാൻ അല്ല ഇതിനകത്തുള്ള അസ്കലാനി ഫത്വൽബാരി പറഞ്ഞ് കള്ളത്തിന് വായിച്ചു നിങ്ങള് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ ഫത്വൽബാരി എടുത്ത് കുട്ടികളുടെ നിങ്ങൾ താടി വെച്ച ആൾക്കാർ വന്നോട് മറ വായിക്കേ അല്ല പറഞ്ഞത് ഇതിന് മാസം പറഞ്ഞത് ഇത് ഫത്വൽബാരി കിലോമീറ്ററാ. അത് നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ ഫത്വൽബാരി എന്നാ പറഞ്ഞത്? ഫത്വൽബാരി മോഡലെന്നാ പറഞ്ഞത്? കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? ഫത്വൽബാരിന്റെ അടിയിൽ ഇതാ ഞാൻ പേരുണ്ട്. ഇതാരാ ഇമാമല്ലത്? ഇത് ഞാൻ വഹാബി പറഞ്ഞ അക്ഷരം ചുട്ടതാണിത്. ഈ പറഞ്ഞിട്ട് ഫത്വൽബാരി ബാരന്റെ അടിയിട്ട് എഴുതിയതാണ്. അതുകൊണ്ട് ഈ നോട പറഞ്ഞാണ്ട് അത് സ്വന്തം സ്റ്റേജിൽ നടക്കുന്നു. ഇല്ല പോലെ ഞാൻ ചോദിക്കുന്നു, ഇസ്തിഹാദ് കിതാബിൽ മാത്രമല്ല മലയാള പുസ്തകത്തിൽ തന്നെ ഇവർ തിരിമറി നടത്തി. എടമുട്ടം സംവാദത്തിൽ സ്വന്തം മധ്യസ്ഥന്റെ വാക്കുകൾ കാറ്റിൽ പറത്തി തട്ടിപ്പു നടത്തുന്നത് സുന്നി നേതാക്കൾ തൊണ്ടിസഹിതം പിടികൂടുന്നത് നിങ്ങൾ നേരിൽ കാണുക. ഇതിലുണ്ട് ഇല്ലാന്ന് നിഷേധിക്കും. ഞാൻ വായിച്ചതിലില്ലാന്നുണ്ടോ? ഞാൻ വായിച്ചതിലില്ലേ? അതിനപ്പുറണ്ടോ? അത് നിങ്ങളാ തെളിയിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കും. ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞത് അതിലുണ്ടോ? അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച ഇപ്പുറം വായിച്ച നടുവത്ത് ഇല്ലാതാവോ? നടുവത്ത് വായിച്ചിരിക്കും. വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആല അല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചിട്ടില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളുടെ സുജൂദ് ശിർക്കല്ല. മലക്കുകളുടെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങളിങ്ങനെ മൂടി വെച്ച് വായിക്കൽ നിങ്ങൾ സാധാരണ പതിവാണ്. അതുകൊണ്ടാണ് വാങ്ങിയത്. നിങ്ങൾ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തെളിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് വായിക്കട്ടെ. നമ്മൾ ഏതാണെങ്കിലും എന്റെ സമയമാണ്. ആളുകൾ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കണം. സമയം തരും. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി. എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കാൻ എന്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. കളവ് പറയാനായി വഹാബികൾ വീണ്ടും സംവാദത്തിനെത്തി. കോട്ടക്കലിൽ ഗതിമുട്ടിയ മൗലവി സുന്നീപക്ഷത്തെ തന്റെ റൂട്ടിലേക്ക് കൊണ്ടുവരാനായി പെരുങ്കള്ളം കാച്ചി. തെളിവല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അത് തന്നെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമാണ്. അത് ഇസ്തിഹാസക്ക് തെളിവല്ല, അത് വേറെ വിഷയമാണ് എന്ന് നിങ്ങളുടെ വിഷയാവതാരകനെ കൊണ്ട് പറയിപ്പിച്ചത് തന്നെ ഞങ്ങൾ എവിടെ പറഞ്ഞു? ആ കേസറ്റ് ഇടണം, അല്ലെങ്കിൽ ഞങ്ങൾ പുള്ളി പറയാൻ പറ്റില്ല. ഔദു ബികലിമാത്തില്ലാഹി താമാത്തി തെളിവല്ല എന്ന് ഞങ്ങൾ ഇവിടെ പറഞ്ഞു. നിങ്ങൾ ഓഡിയൻസ് ഞാൻ പറഞ്ഞു. നിങ്ങൾ നന്നായി വരുന്നുണ്ട്. വേം പറയും. നിങ്ങൾ കളവ് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ആ കേസറ്റില്ല ഇവിടെ. ഔദു ബികലിമാത്തില്ലാഹി താമാത്തി. അതെ. ഇപ്പൊ ഇവർക്ക് മുന്നും പിന്നെ തന്നെ തിരിച്ചറിയണില്ല. പിന്നിൽ ആൾക്കാരുണ്ട്, മുന്നിലാളുടെ മൗലവി അതും അറിയില്ല. എന്താ ചെയ്യാ ഈ രൂപത്തിലായാലും. അപ്പൊ അതുകൊണ്ട് കളവ് പറയാം. എന്താ ചെയ്യാ? കളവ് പറയാൻ പറ്റില്ലല്ലോ. ഔദു ബികലിമാത്തില്ലാഹി താമാത്തി ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. ഇവിടെ അത് തെളിയിക്കണം ഒന്ന്, അല്ലേ? അത് തെളിയിക്കും നോക്ക്. പിന്നെ വാക്യം ഞങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല. അഊദു ബികലിമാത്തില്ലാഹി താമാത്തി ഞങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല. അത് തെളിവല്ലാത്തതുകൊണ്ടല്ല. ഞങ്ങളുടെ കയ്യിൽ ഇത്ര തെളിവുണ്ട്. പക്ഷേ അന്ധവിശ്വാസികളും മുഖല്ലിദുകളുമായ സ്വന്തം അണികൾക്ക് മുമ്പിൽ മാത്രമേ കളവുകൾ വിലപ്പോവുകയുള്ളൂ എന്ന കാര്യം
മൗലവി ഓർത്തില്ല. കളവ് കയ്യോടെ പിടികൂടുന്ന രംഗങ്ങൾ നിങ്ങളൊന്ന് കാണുക. കാരണം നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല, തെളിവില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഔദു ബികലിമാത്തില്ലാഹി തമ്മാത്ത്, തെളിവല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അത് തന്നെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമാണ്. അത് ഇസ്തിഹാസക്ക് തെളിവല്ല, അത് വേറെ വിഷയമാണ് എന്ന് നിങ്ങളുടെ വിഷയാവതാരകനെ കൊണ്ട് പറയിപ്പിച്ചത് തന്നെ ഇവിടെ കിട്ടൽ ആഖിറത്തിൽ. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർ ആരും പറഞ്ഞത് ആകെ ഒരു യസ്തഈദു എന്നൊരു ഇബാറത്ത് മാത്രമാണ് നിങ്ങൾ ഉദ്ധരിച്ചത്. യസ്തഈദു പറഞ്ഞ സഹായം ചോദിക്കാൻ പാടില്ല. യസ്തഈദ് സഹായം ചോദിക്കാറില്ല, എന്താ വഫാത്തായ നബിയോട് സഹായം ചോദിക്കാന്ന, അതല്ല അഭൗതികമായ ചോദിക്കാന്ന. യസ്തഈദു എന്ന് പറഞ്ഞാൽ അഭൗതികമായ നിനക്ക് സഹായം ചോദിക്കാനാണ്, അതാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. അല്ലാതെ സഹായം ചോദിക്കാൻ നിങ്ങൾക്ക് അഭിപ്രായമാണോ തീരെ സഹായം ചോദിക്കാൻ പാടില്ല എന്ന്? പിന്നെ എന്താ അടിസ്ഥാനപരമായ സഹായം ചോദിക്കാൻ പാടില്ല എന്നാണോ? അത് എല്ലാവർക്കും അഭിപ്രായമുള്ള സംഗതിയാ, അതിലിവിടെ തർക്കമില്ല. അൽഹംദുലില്ലാഹ്, ഈ സംവാദം അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ചരിത്രത്തിൽ പുതിയ നായികക്കല്ലായി മാറിയിരിക്കുകയാണ്. നമ്മുടെ മൗലവിമാർ എങ്ങനെയാണ് കളവ് പറയുക എന്നത് അതിന്റെ തൊണ്ടി സഹിതം പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിലെ ജനങ്ങൾ മൗലവിമാരെങ്ങനെ കളവ് പറയുമെന്നത് അന്വേഷിച്ച് നടക്കേണ്ടതില്ല. കോട്ടക്കൽ സംവാദത്തിന്റെ സീഡി കണ്ടാൽ നിങ്ങൾക്കത് തിരിയും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇൻഷാ ചരിത്രത്തിൽ നിന്നും പാഠമുൾക്കൊള്ളാത്ത മൗലവിമാർ ആലുവയിലും സംവാദത്തിനെത്തി. നുണയുടെ രാജാക്കന്മാർ കളവുകളുടെ കെട്ടഴിച്ചു. ഒരു പെരുങ്കള്ളത്തോടെ അത് പര്യവസാനിച്ചു. തുടർന്ന് കരും നുണ വെളുപ്പിക്കാൻ കളവുകളുടെ പ്രളയമായിരുന്നു. സ്റ്റേജിലും പേജിലും നെറ്റിലും കളവുകൾ മാത്രം. വഹാബികളുടെ തെരഞ്ഞെടുത്ത ആലുവ നുണകൾ അനാവരണം ചെയ്യപ്പെടുകയാണിവിടെ. വഹാബികൾ ശിർക്കിന്റെ ഗൗരവം കുറച്ചു എന്ന് വഹാബി മാസിക ഉദ്ധരിച്ച് വിഷയാവതരണത്തിൽ പറഞ്ഞത് മൗലവിക്ക് ശരിക്കും പൊള്ളി. എന്നാൽ ചില ആളുകൾ ഇപ്പോ ശിർക്കിന്റെ ഗൗരവം കുറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ വേദിയിലിരിക്കുന്ന ഒരാൾ തന്നെ എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നത് എന്താ? അമുസ്ലിമായ ഒരാൾ ശിർക്ക് ചെയ്താൽ അയാൾ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരണം, എങ്കിൽ മാത്രമേ അയാളുടെ ആ പാപം അത് പൊറുക്കപ്പെടുകയുള്ളൂ. എന്നാൽ മുസ്ലിമായ ഒരാൾ ശിർക്ക് ചെയ്താലോ? മുസ്ലിമായ ഒരാൾ ശിർക്ക് ചെയ്താൽ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ മതി, ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് വീണ്ടും പ്രവേശിക്കേണ്ടതില്ല എന്ന് ധ്വനിപ്പിക്കുന്ന രൂപത്തിൽ അദ്ദേഹം വ്യക്തമായി എഴുതുകയുണ്ടായി. യഥാർത്ഥത്തിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യമാണ്. അത് ചെയ്താൽ വീണ്ടും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് തിരിച്ചു വരേണ്ടതാണ് എന്നാണല്ലോ നാം പഠിച്ചിട്ടുള്ളത്. അത് നിഷേധിക്കുന്നത് കാണുക. കാരണവന്മാരെ മുശിരിക്കാക്കി കളയുന്നു എന്ന് പറഞ്ഞ് ശിർക്കല്ലാത്തത് ശിർക്കാണെന്ന് പറയുന്നു എന്ന് ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് ഇവിടെ വന്നപ്പോ മറന്നുപോയി. ഇപ്പൊ പറയുന്നത് എന്താണ്? മുജാഹിദുകൾ ശിർക്കിന്റെ ഗൗരവം വളരെ കുറച്ചു കളയുന്നു എന്നാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണത്. ഷിർക്ക് ചെയ്ത മുസ്ലിം ഷഹാദത്തു ചൊല്ലേണ്ടതില്ലെന്ന് പറഞ്ഞവർ ഷിർക്കിന്റെ ഗൗരവം കുറച്ചില്ലെന്നോ? മുജാഹിദ് മതത്തിൽ മൊട്ടയടിക്കൽ കുഫ്രിയത്താണ്. മുജാഹിദ് മൊട്ടകളെ നോക്കി KV അബ്ദുൽ ലത്തീഫ് മൗലവി പറയുന്നത് കേൾക്കുക. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ? അത് അഹ്ലു കിതാബുകാരുടെ സ്വഭാവമാണ് നബി പറഞ്ഞത്. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ? അത് അഹ്ലു കിതാബുകാരുടെ സ്വഭാവമാണ് നബി പറഞ്ഞത്. പറയൂ, ഇവർ ഷിർക്കിന്റെയും കുഫ്റിന്റെയും ഗൗരവം കുറച്ചിട്ടില്ലേ? നാട് നീളെ മുസ്ലിങ്ങളെ മുഴുവൻ അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കുകളാക്കിയവർ. പക്ഷേ സുന്നി പണ്ഡിതർക്ക് മുമ്പിലെത്തിയപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം വിഴുങ്ങി. വഹാബികൾ മുസ്ലിങ്ങളെ മുശ്രിക്കാക്കിയിട്ടില്ലത്രേ. ഇനി ആലുവയിലെ രണ്ടാം നുണയിലേക്ക് വരിക. പിന്നെയോ മുഖ്യധാര മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കി കളയുന്നു എന്നാണ്. എവിടെയാണ് മുഖ്യധാര മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത്? മുശ്രിക്കാക്കിയതിന്റെ നേർക്കാഴ്ചകൾ
കണ്ടനുഭവിക്കുക.